Hello everyone. Last microscope, that is electron microscope. നമ്മുടെ സിലബസിൽ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ ലൈറ്റ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആൻഡ് ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് നമ്മുടെ സിലബസിൽ ഉള്ളത്. സോ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ച ഡയഗ്രാം മൈക്രോസ്കോപ്പ് പോലെയല്ലാതും ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? കണ്ടോ, ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മൾ ഐ പീസിലൂടെ ഡയറക്റ്റ് വ്യൂ ചെയ്യുന്നതൊന്നല്ല ഇവിടെ. ആൻഡ് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി സ്ക്രീൻ വഴി നമുക്ക് വ്യൂ ചെയ്യാം ഇമേജിനെ. ഓക്കെ, ആൻഡ് ഇവിടെ വേറെ കുറേ പ്രത്യേകത ഉണ്ട്. ലൈറ്റും ഇലക്ട്രോണും അല്ലെങ്കിൽ ഇതുവരെ പഠിച്ച മൈക്രോസ്കോപ്പും ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ തൊട്ട് ഒരു ഫീൽഡ് കാണുന്നത് വരെ ടോട്ടൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് വൺ ബൈ വൺ പറയാം. അപ്പം ലൈറ്റ് മൈക്രോസ്കോപ്പിന് നമ്മുടെ റിസോൾവിങ് പവർ could not resolve objects separated by less than 0.2 micrometer. രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റിനെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റണം. സെപ്പറേറ്റ് ആയിട്ട് ആ രണ്ട് ഒബ്ജക്റ്റിനെയും ഡീറ്റെയിൽ ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റണം. പക്ഷെ ലൈറ്റ് മൈക്രോസ്കോപ്പിന്റെ കേസിൽ could not resolve, that is resolving power, and light microscope could not resolve objects separated by less than 0.2 micrometer. അതാണ് ഇലക്ട്രോണിന്റെ അഡ്വാൻറ്റേജ്. അതായത് അഡ്വാൻറ്റേജ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അലൗ സ്മോൾ സ്ട്രക്ചർ ടു ബി വിഷ്വലൈസ്ഡ് ആൻഡ് സ്റ്റഡീസ്. 0.2 മൈക്രോമീറ്റർ, അതിനേക്കാൾ കുറവ് മൈക്രോമീറ്റർ ഉള്ള ഓർഗാനിസം, അതിനേക്കാൾ വളരെ ചെറിയ ഓർഗാനിസവും അടുത്തടുത്ത് കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലി ഡീറ്റെയിൽ ആയിട്ട് വ്യൂ ചെയ്യാനും അതിൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ വ്യൂ ഒക്കെ നന്നായിട്ട് പഠിക്കാനൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് ഡെവലപ്ഡ് ഇൻ 1932. വേറെ പ്രത്യേകത ഞാൻ പറഞ്ഞു, സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൺലൈറ്റ്, ഇലക്ട്രിക് ലാമ്പ് ഇതൊന്നും അല്ല. ഇലക്ട്രോൺ ബീം ഇസ് യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ. ഓക്കെ, ആൻഡ് ഇലക്ട്രോൺ വേറെ നിങ്ങൾ ആ ഡയഗ്രാം കണ്ടു. അപ്പോൾ ഇലക്ട്രോൺ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലൂമിനേഷൻ ഇലക്ട്രോൺ ബീം ആണ്. സോ ഇലക്ട്രോൺ ബീം മസ്റ്റ് ട്രാവൽ ത്രൂ വാക്വം. ഒരു വാക്വത്തിലൂടെയാണ് ഇലക്ട്രോൺ ബീം ട്രാവൽ ചെയ്യുന്നത്. ബിക്കോസ് കൊല്യൂഷൻ വിത്ത് എയർ മോളിക്യൂൾസ് വുഡ് സ്കാറ്റർ ദി ഇലക്ട്രോൺ. സോ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ എല്ലാ പാർട്സും, കണ്ടൻസർ ആവട്ടെ, മൈക്രോസ്കോപ്പിൽ എന്തൊക്കെ പാർട്സ് ഉണ്ടോ അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വാക്വത്തിന്റെ ഉള്ളിലാണ്. കാരണം ഇലക്ട്രോൺ ബീം ആ വാക്വത്തിലൂടെ മാത്രമേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. എയർ മോളിക്യൂൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രോൺ ബീമിനെ സ്കാറ്റർ ചെയ്യും. സോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മച്ച് മോർ എക്സ്പെൻസീവ്. ഓക്കെ, പിന്നെ ഇതിന്റെ വേറെ മെയിൻ ആയിട്ടുള്ള രണ്ട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ 3 അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് തന്നെ എക്സ്ട്രാ ഒരു 2-3 റൂംസ് വേണം. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് സെറ്റ് ചെയ്യാൻ ഒരു റൂം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വെക്കുന്ന സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യാൻ റൂം, ആൻഡ് അങ്ങനെ 2 റൂംസ് ഇതിന് തന്നെ വേണം. Okay, they are also require more space and additional room for preparation of specimen and for processing photograph. And photograph taken on any microscope are called a micrograph, and those on electron microscope called electron micrograph. ഇനി ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 1 hour ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് സ്പെസിമെൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ചാലും ആ ഒരു ഫോട്ടോഗ്രാഫ് ആ സ്ക്രീനിൽ നമുക്ക് കിട്ടണമെങ്കിൽ 1 hour ആണ് കിട്ടണമെങ്കിൽ അതിൻ്റെ 1 hour ആണ് സ്റ്റാർട്ടിങ് ടൈം. ആ സ്റ്റാർട്ടിങ് ടൈം 1 hour കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇത് ഒരു ചെറിയൊരു ഡിഫറൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കാണിക്കുന്നേ ഉള്ളൂ. അതായത് ലൈറ്റ് മൈക്രോസ്കോപ്പും ഇലക്ട്രോണും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്? ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതായത് മാഗ്നിഫിക്കേഷൻ, ലൈറ്റിൻ്റെ കേസിൽ നമുക്ക് മാക്സിമം പോയാൽ 1500 ടൈം മാഗ്നിഫിക്കേഷനേ കിട്ടുള്ളൂ. ബട്ട് ഇലക്ട്രോണിൻ്റെ കേസിൽ ഓവർ 1 lakh മാഗ്നിഫിക്കേഷൻ ആയിട്ട് നമ്മൾ അത്രയും എൻലാർജ് ചെയ്തിട്ട് ഇമേജിനെ വ്യൂ ചെയ്യാം. ആൻഡ് റിസൊല്യൂഷൻ ഞാൻ പറഞ്ഞു, അത്രയും ക്ലോസസ്റ്റ് ഉള്ള ഒബ്ജക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട്
ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാൻ പറ്റും. അത് ലൈറ്റിൻ്റെ കേസിൽ 0.2 മൈക്രോമീറ്റർ വരെ പറ്റുള്ളൂ. ബട്ട് ഇലക്ട്രോണിൻ്റെ കേസിൽ 0.5 നാനോമീറ്റർ വരെയുള്ള സ്മോളസ്റ്റ് ഓർഗാനിസത്തിന് നന്നായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. 1 lakh ടൈം ഹയർ മാഗ്നിഫിക്കേഷൻ ആയിട്ട് വ്യൂ ചെയ്യാം. ഓക്കെ. ആൻഡ് റേഡിയേഷൻ നമ്മൾ ഇവിടെ സോഴ്സ് ഓഫ് ഇലൂമിനേഷന് വേണ്ടി വിസിബിൾ ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇലക്ട്രോണിൻ്റെ കേസിന് നമ്മൾ ഇലക്ട്രോൺ ബീം ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മീഡിയം ട്രാവൽ നമ്മൾ ലൈറ്റൊക്കെ എയർ വഴിയാണ് ട്രാവൽ ചെയ്യുന്നത്. ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വാക്വത്തിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. ആൻഡ് സ്പെസിമെൻ നമുക്ക് ലൈറ്റ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെന്റ് ഇവിടെയൊക്കെ നമ്മൾ സ്ലൈഡിൽ ഒന്നുകിൽ ട്രൈ ചെയ്യും അല്ലെങ്കിൽ വെട്ട് മൗണ്ട് ചെയ്തിട്ട് സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യും. ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഗ്ലാസ് ഒന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്ലാസ്സിലല്ല നമ്മൾ സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നത്, മെറ്റൽ ഗ്രൈഡിലാണ്. അതായത് യൂഷ്വലി ഒരു കോപ്പർ മെറ്റൽ ഗ്രൈഡ് വയറിലാണ് നമ്മൾ ഈ സ്പെസിമെൻ വെക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ സ്പെസിമെൻ പ്രിപ്പറേഷനും വേറെ തന്നെ സെപ്പറേറ്റ് ആണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ. ആൻഡ് ടൈപ്പ് ഓഫ് ലെൻസ്, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ കുറേ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. സോ കുറേ ലെൻസസ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ഇലക്ട്രോ മാഗ്നറ്റ് ലെൻസാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇലക്ട്രോണെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റിലേക്ക് പാർട്സിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോ മാഗ്നറ്റ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് സോഴ്സ് ഓഫ് കോൺട്രാസ്റ്റ്, ലൈറ്റിൻ്റെ കേസിൽ ഡിഫറൻഷ്യൽ ലൈറ്റ് അബ്സോർപ്ഷൻ, ബട്ട് ഇലക്ട്രോണിൻ്റെ കേസിൽ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ഓക്കെ. ആൻഡ് ഫോക്കസിങ് മെക്കാനിസം, ലൈറ്റ് മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ലെൻസ് മെക്കാനിസലി, ലെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ കണ്ടൻസർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ ഫീൽഡ് കാണുന്നത്. ബട്ട് ഇലക്ട്രോണിൻ്റെ കേസിൽ അഡ്ജസ്റ്റ് കറന്റ് ടു ദ മാഗ്നറ്റിക് ലെൻസ്. ഓക്കെ. ഇതാണ് അതിൻ്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വേറൊരു ഡിഫറൻസ്, ലൈറ്റുമായിട്ടൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മൾ താഴെ ആയിരിക്കും സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുന്നത്, സ്പെസിമെനെ വ്യൂ ചെയ്യുന്നത് താഴെ ഇരുന്നുകൊണ്ട് വ്യൂ ചെയ്യുന്ന രീതിയിൽ ഐ പീസിലൂടെ, ഇതേപോലെ ഐ പീസിലൂടെയും വ്യൂ ചെയ്യാം. ആൻഡ് ഇതുപോലെ ഫോട്ടോഗ്രാഫി സ്ക്രീനിലും നമുക്ക് ഇമേജ് കിട്ടും. ആൻഡ് സോ താഴെ ആയിരിക്കും നമുക്ക് ഇമേജ് ഫോം ചെയ്യും. ഓക്കെ. ഇവിടെ ഇതാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഒരു വാക്വത്തിൻ്റെ ഉള്ളിലൂടെ. ഓക്കെ. ആൻഡ് അതിൽ തന്നെ കോമ്പണൻസ് പാർട്സ് ഞാൻ പറഞ്ഞു ടോട്ടലി ഡിഫറെൻ്റ് ആണ് ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. സോ സോഴ്സ് ഓഫ് ഇലൂമിനേഷന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ബീമാണ്. സോ ഇലക്ട്രോൺ ബീം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫിലമെൻറ്റഡ് ഹീറ്റഡ് ബൈ ഹൈ വോൾട്ടേജ്. സോ അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലാർജ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ബിറ്റ്വീൻ കാത്തോഡ് ആൻഡ് ആനോഡ്. ദിസ് ഗിവ് ഇലക്ട്രോൺ വിത്ത് ഹൈ വോൾട്ടേജ്. ആൻഡ് ഇവിടെ ഈ കണ്ടൻസർ ഉണ്ട്. പക്ഷെ കണ്ടൻസർ ലെൻസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ബീം ഫസ്റ്റ് പാസ് ചെയ്യുന്നത് കണ്ടൻസർ ലെൻസിലാണ്. ഞാൻ പറഞ്ഞു മുകളിലായിരിക്കും ഇതിൻ്റെ പാർട്സ് ഒക്കെ ഉണ്ടാവുക, താഴെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ഇലക്ട്രോൺ ബീം ഫസ്റ്റ് പാസ് ചെയ്യുന്നത് കണ്ടൻസർ ലെൻസിലേക്കാണ്. പക്ഷെ ഇത് സറൗണ്ട് ചെയ്തിട്ട് സർക്കുലർ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ലെൻസ് സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. So the whole lens in electron microscope consists of circular electromagnetic field. And നെക്സ്റ്റ് ഉള്ളത് കണ്ടൻസർ ലെൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ള നമ്മുടെ മാഗ്നിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന വേർഡിൽ നമുക്ക് പറയുകയാണെങ്കിൽ മാഗ്നിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയാം, അല്ലെങ്കിൽ ഇമേജിംഗ് സിസ്റ്റം. സോ ഇമേജിംഗ് സിസ്റ്റത്തിലുള്ള മെയിൻ ലെൻസ് ആണ്. First one is objective lens and projector lens. Main two lens, that is objective lens, projector lens. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെൻസ് ഉണ്ട്. സോ ഈ മൂന്ന് ലെൻസും ആണ് 1 lakh ടൈം മാഗ്നിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒബ്ജക്റ്റീവ് ലെൻസ്, ഇന്റർമീഡിയറ്റ് ലെൻസ് ആൻഡ് പ്രൊജക്ടർ ലെൻസ് ആണ്. ഓക്കെ. ഒബ്ജക്റ്റീവ് ലെൻസ് നിങ്ങൾക്കറിയാം ക്ലോസ് ടു ദി ഒബ്ജക്റ്റ് ആയിരിക്കും. So imaging system of electron microscope usually consists of two lenses, the objective and projector lenses, and third intermediate lens. And this give 3 stage of magnification and make it possible to achieve high magnification in a reasonable amount of space. And numerical apertures of electron microscope lenses very small, and the best resolution is about 0.3 to 0.5 nanometer.
and this objective lens is placed with its focal point close to the object. എവിടെയാണോ ഒബ്ജക്റ്റ് വെക്കുന്നത് ആ ഒരു ഒബ്ജക്റ്റിന് ക്ലോസ് ചെയ്തിട്ടായിരിക്കും ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടാവുക. ആൻഡ് ഇന്റർമീഡിയറ്റ് ലെൻസ് അതിൻ്റെയും കുറച്ച് താഴെ, ആൻഡ് പ്രൊജക്റ്റീവ് ലെൻസ് അതിൻ്റെയും താഴെ. പ്രൊജക്റ്റീവ് ലെൻസിൽ നിന്നാണ് ഫോട്ടോഗ്രാഫി സ്ക്രീനിലേക്ക് നമുക്ക് ഇമേജ് കിട്ടുന്നത്. Okay, projective lens onto the fluorescent സ്ക്രീനിലേക്ക് ഇമേജ് കാണുന്നത് ഈ പ്രൊജക്റ്റീവ് ലെൻസിൽ നിന്നാണ്. Okay, and electron and condenser are placed above and image formed below. So ഇലക്ട്രോണും കണ്ടൻസറും മുകളിലായിരിക്കും, പിന്നെ അടുത്തത് എന്തായിരിക്കും, നമ്മുടെ ഒബ്ജക്റ്റ് ആയിരിക്കും, പിന്നെയുള്ളത് ഒബ്ജക്റ്റീവ് ആയിരിക്കും, പിന്നെ ഇന്റർമീഡിയറ്റ് ലെൻസ്, പ്രൊജക്ടർ ലെൻസ്. സോ ഇമേജ് നമുക്ക് ഫോട്ടോഗ്രാഫി സ്ക്രീന് അല്ലെങ്കിൽ ഫ്ലൂറസെൻസ് സ്ക്രീനിലൂടെ ഇമേജും കിട്ടും. ഓക്കെ, and column is very rigidly constructed and made in high vacuum because gas molecules in air can scatter electron and distort the image. Therefore, only dead and dried object can be examined in electron microscope. So ഇലക്ട്രോണിൻ്റെ ബാക്കി ഡാർക്ക് ഫീൽഡിലും ഈ പറഞ്ഞ ഫേസ് കോൺട്രാസ്റ്റിലൊക്കെ നമുക്ക് ലിവിങ് സ്റ്റേറ്റിൽ ഒബ്ജക്റ്റിനെ കാണാം. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഓൺലി ഡ്രൈഡ് ഡെഡ് സ്പെസിമെൻ മാത്രമേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് എയർ മോളിക്യൂൾസ് ഒന്നും പാടില്ല. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകത വെച്ചാൽ ദ സ്പെസിമെൻ ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദി ഒബ്ജക്റ്റ് പ്ലെയിൻ ത്രൂ എൻ എയർ ലോക്ക്. ഒരു എയർ ലോക്ക് ഉണ്ടാവും. സോ ആ ഒരു എയർ ലോക്ക് വഴിയാണ് ഈ മെറ്റൽ ഗ്രൈഡിലേക്ക്, അതായത് ഞാൻ പറഞ്ഞു സ്ലൈഡ് എല്ലാം ഒരു മെറ്റൽ ഗ്രൈഡ് ആണ്, സോ അതിലേക്ക് സ്പെസിമെൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ത്രൂ എൻ എയർ ലോക്ക്. ഓക്കെ, and high resolving power of the instrument is due to electron beam having very small wavelength. So ഈ ഒരു മാഗ്നിഫിക്കേഷൻ 1 lakh മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതും എന്തുകൊണ്ടാണ്, ഈ രണ്ട് പ്രൊജക്ടർ ലെൻസ്, ഇന്റർമീഡിയറ്റ് ലെൻസ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉള്ളതുകൊണ്ട്. So magnification 100x is obtained by objective lens and final magnification of up to 1 lakh is obtained by means of two projector lens which have the function of eyepiece in the microscope. Final image is formed on a fluorescent screen at the lower end of the column and is viewed through the glass window. Photography സ്ക്രീനിലൂടെ നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ. അതിൻ്റെ പ്രിൻസിപ്പിൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു സ്പെസിമെൻ പ്രിപ്പറേഷനും വേറെ തന്നെയാണ്. അതൊക്കെ 2 ക്ലാസ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന 2 മൈക്രോസ്കോപ്പാണ് മെയിനായിട്ട് ഇലക്ട്രോണും ലൈറ്റ് മൈക്രോസ്കോപ്പ്. ലൈറ്റിന് പകരം കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ചോദിക്കാം, ബ്രൈറ്റ് ഫീൽഡ് എന്നൊക്കെ ചോദിക്കാം, പിന്നെ ഡാർക്ക് ഫീൽഡ് മേ ബി ചോദിക്കാം. ബാക്കിയുള്ള ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻറ്റ് ഒക്കെ 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.